നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ജസ്റ്റ് നമ്മുടെ എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് വീഡിയോ. സോ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളെ മിസ് ചെയ്തോ, ഇന്ന് ഈ പെരുന്നാളൊക്കെ സമയത്ത്, ആഘോഷങ്ങളുടെ സമയത്ത് നിങ്ങളെ മിസ് ചെയ്തോ നോക്കാം. അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. അവരുടെ ലവ് മെസ്സേജസ് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ ലവ് മെസ്സേജസ് നിങ്ങൾക്കുള്ളത്. ലെറ്റ്സ് സീ. വാവ്, ഇന്നത്തെ ദിവസം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു മാരേജാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അവരൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം മേ ബി ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന രീതിക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ, കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആയവർക്ക് മാരേജ് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിൽ അവർ ഇന്നത്തെ അവരുടെ ഒരു സ്വപ്നത്തിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ, അവരുടെ ഒരു മനസ്സിൽ നിങ്ങളെ ആ ഒരു മാരേജ് എന്ന രീതിക്ക് അവർ ആലോചിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഫാസിനേഷൻ, നിങ്ങളുടെ ഒരു സ്മൈൽ അവർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. നിങ്ങളുടെ സ്മൈൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു തരം ഫാസിനേഷൻ ആണെന്ന് പറയും. അതായത് നമ്മൾ പറയില്ല, ഒരാളോടുള്ള ഒരു അട്രാക്ഷൻ. നിങ്ങൾ ചിരിക്കുമ്പോഴൊക്കെ അവർക്ക് വളരെയധികം നിങ്ങളോട് ആ ഒരു സ്നേഹം തോന്നാറുണ്ട്, വളരെയധികം അവർക്ക് ഇഷ്ടം തോന്നാറുണ്ട്. നിങ്ങളവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എന്ത് പ്രശ്നങ്ങളുടെ സമയത്തും, എന്ത് പ്രോബ്ലംസ് ആയാലും, എന്ത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും എപ്പോഴും നിങ്ങൾ അവരെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ചെയ്ത് സഹായിക്കുക എന്ന രീതിക്കല്ല, പക്ഷേ നിങ്ങളവരുടെ ഒപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട്, അവരെ സപ്പോർട്ട് ചെയ്ത്, അവർ തളർന്നു പോവാതെ അവരെ എപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ട്, നിങ്ങളുടെ ആ ഒരു സാമീപ്യം തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് തന്നെ നിങ്ങളവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇന്നവരത് ഓർക്കുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നത്, ഒരു വാക്ക് തരാണ് അവർ നിങ്ങൾക്ക്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ, ഞാൻ തിരിച്ചു വരാം എന്നാണ് പറയുന്നത്. ഞാൻ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അവർ നിങ്ങൾക്കൊരു വാക്ക് തരാണ് ഇന്നത്തെ ദിവസം. ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടു പോയിട്ടില്ല, എനിക്ക് വേണ്ടി കാത്തിരിക്കൂ, ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. ഐ വോണ്ട് ടു കം ക്ലോസർ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് യു. യെസ്, അവർക്ക് നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹമുണ്ട്. ഇതിലും അങ്ങനെ ഒരു എനർജി ആയിരുന്നു. മീറ്റിങ്ങിനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, ഒരു ട്രെയിൻ കാണുന്നുണ്ട്. സോ കുറച്ച് ദൂരെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒന്നിച്ച് വേണം എന്ന രീതിക്ക് അവർക്ക് ചിന്തകളുണ്ട്. ഇപ്പോൾ കാണാനും മീറ്റ് ചെയ്യാനും, ഒന്നിച്ച് നമ്മൾ എവിടെയെങ്കിലും പോവാം, നമുക്ക് എന്തെങ്കിലും പിക്നിക്ക് പോവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, നമുക്ക് നമ്മളായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും എല്ലാം ഒരു സമയം എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട് എനിക്ക്. നീ എന്നെ സ്വീകരിക്കുമോ ഇല്ലേ എന്ന രീതിക്ക് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ അത് നീ തയ്യാറാവോ, നീ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവോ എന്നെനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. അവർ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു അനുഗ്രഹമാണ് നീ, ഒരു ബ്ലെസ്സിങ് ആണ് നീ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും ലക്കി ആയിട്ടുള്ള പേഴ്സണാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ കിട്ടിയത് അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് ഇപ്പം നിങ്ങൾ പക്ഷേ പറയുന്നത്, നിങ്ങളിപ്പോൾ സെൽഫ്ലെസ് ഹീലിങ്ങിൽ വേണ്ടി മാറി നിൽക്കുന്ന പോലെയാണ്. നിങ്ങളൊരല്പം മാറി നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ കുറച്ചൊന്ന് അവരുടെ അടുത്ത് പഴയ പോലെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ നിങ്ങളൊരല്പം അകൽച്ച വെക്കുന്നതാണ്. മനസ്സൊന്നും പോയിട്ടല്ല, പക്ഷേ ഐ തിങ്ക് ആ സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മടുത്തിട്ടുണ്ട്. ഐ ഹവ് അഡ്ജസ്റ്റഡ് എ ലോട്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പം നിങ്ങൾക്കൊരു അല്പം സ്പേസ് വേണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പേഴ്സണിന് ആ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് നിങ്ങളിപ്പോൾ പഴയ പോലെ അവരെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാവുമോ എന്ന രീതിക്ക് അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷനുണ്ട്. നിങ്ങളിപ്പോൾ ഐ തിങ്ക് ഒരല്പം മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സമാധാനം, പീസിന് വേണ്ടി ഒരല്പം മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടേണിംഗ് പോയിൻറ്റ്, ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻഷിപ്പ് വുഡ് എൻഡ് ലൈക്ക് ദിസ്. നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ, ഒരകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ചായിട്ട് നിങ്ങളിപ്പോൾ സംസാരിക്കാറില്ല, കോൺടാക്റ്റ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു എൻഡിങ് വരും എന്ന്
പ്രതീക്ഷിച്ചിട്ടില്ല. ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാനില്ല. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ക്രോസ് റോഡ് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, എങ്ങോട്ടാണ് ഇനി, ഇത് മുന്നോട്ട് എന്താണ് എന്ന ഒരു കൺഫ്യൂഷനിലാണ് രണ്ടുപേരും. ഐ തിങ്ക് നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെൽഫ് ഹീലിംഗിലേക്ക് തിരിയുന്നുണ്ട്, അതേസമയം അവരിപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഓൺ ലോങ് ഡ്രൈവ്. രണ്ട് കാർഡ് നമുക്ക് ഒരേ കാര്യം പറയുന്നുണ്ട്. കാണാനും മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നിച്ചൊരു യാത്ര പോകാൻ, നമ്മൾ എവിടെയെങ്കിലും കുറച്ച് സമയങ്ങൾ ഒന്ന് മാറിയിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ, ആരുമില്ലാതെ, ആരുടെയും ശല്യമില്ലാതെ ഒരല്പം നിങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ. ഓക്കെ, അത് വളരെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങനെ മുൻപൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഓർക്കുന്നുമുണ്ട്. എന്ന് മാത്രമല്ല, അവർക്ക് ആ ഒരു സമയം കിട്ടിയാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അതൊരു നല്ലൊരു കാര്യമായിരിക്കും എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ അതൊരു ഒരുപാട് ആഗ്രഹമുണ്ട്. ലോസ്റ്റ് വിത്ത് ഈച്ച് അതർ, അതായത് നമുക്ക് ഒന്നിച്ച് ഒരു ഏതെങ്കിലും ഒരു ഇങ്ങനെ ആരും അറിയാത്തൊരു സ്ഥലത്ത് നമുക്കൊന്നിങ്ങനെ പോയാലോ എന്നാണ് പറയുന്നത്. ലീവ് മീ അലോൺ ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ മുൻപ് നിങ്ങളെ മാറ്റി നിർത്തി കാണാം. ഓക്കെ, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്ന് കാണാം, നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കാണാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ പേഴ്സണും പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വിഷമം അവർ തിരിച്ചറിയുന്നുണ്ട്, അവർ ചെയ്തതിൻ്റെ മിസ്റ്റേക്സ് അവർ തിരിച്ചറിയുന്നുണ്ട്. ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഐ തിങ്ക് നിങ്ങളുടെ ചോദ്യമാണിത്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്, ഞാൻ ഇത്രയും സ്നേഹിച്ചതല്ലേ, ഞാൻ ഇത്രയും കെയർ ചെയ്തല്ലേ, പിന്നെ എന്തിനാ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചത്, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത് എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ. ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ പറയുന്നത് എന്തിനാണ് എന്നെ എന്നെ കെയർ ചെയ്യാത്തത്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എന്നോട് ഒരു കെയർ ഇല്ല, എന്നെ ഇഗ്നോർ ചെയ്യുന്നു, എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ്. യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ. യെസ്, ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആ പേഴ്സൻ്റെ സ്വഭാവം കാരണം ഓക്കെ നിങ്ങളിപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നിങ്ങൾ അവരോട് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, എൻ്റെ വിഷമം മനസ്സിലാക്കൂ, ഇനിയെങ്കിലും എൻ്റെ ഫീലിങ്സ്, എൻ്റെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെടും എന്ന് നിങ്ങളൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഈ സെൽഫ് ഹീലിങ്ങിൽ നടക്കുമ്പോൾ അങ്ങനെയാണ്. കുറേയൊക്കെ നിങ്ങൾ മാറി മാറി വരുമ്പോൾ അവസാനം ഒരു സഹിക്കാൻ പറ്റാത്തൊരു പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സഹിക്കാൻ പറ്റാത്തൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങളതിൽ നിന്ന് വിട്ട് മാറി തുടങ്ങും. ഒരാളെ എത്ര പറഞ്ഞ് മനസ്സിലാക്കും അല്ലേ? ക്ലിയർ മൈൻഡ്, ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഇസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. യെസ്, നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ പറയും, അവരും ചിലപ്പോൾ പറയും എന്നിട്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന്. ക്രോസ് റോഡ് ഞാൻ നേരത്തെ പറഞ്ഞത്, യു ഹാവ് ടു ചൂസ് വൺ ആൻഡ് ഡിസൈഡ് കെയർഫുള്ളി. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ പേഴ്സണിന് അൾട്ടിമേറ്റം കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സണിനെ തിരിച്ചറിയുന്നുണ്ട് that അവരിനി ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത്. എന്താണ് ലൈഫിൽ വേണ്ടത്, അവർക്ക് നിങ്ങളെ വേണോ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്താണ് എന്ന് അവർ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലും ഇടയിൽ ഒരു ഹാർട്ട് ബീറ്റ്. യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിത്ത് യു. യെസ്, നിങ്ങളുടെ പേഴ്സൺ ഇതിൻ്റെയൊക്കെ ഇടയിലും, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും, ഇത്രയും നിങ്ങൾ തമ്മിൽ ഇടയിൽ അകൽച്ചയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ചില സമയത്ത് അവർക്ക് നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ സാഹചര്യങ്ങൾ കൊണ്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ തമ്മിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സ്, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള തോന്നൽ, അങ്ങനെ പരസ്പരമുള്ള ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലും എല്ലാം കാരണം. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിൻ്റെ ഇടയിലും അവർ പറയുന്നത് യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിത്തൗട്ട് യു എന്നാണ്. ഓക്കെ, നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ അവരുടെ ഓക്സിജൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്വാസം അവർ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യമുണ്ട് അവർക്ക്. ഓക്കെ, സോ യെസ്, എന്തായാലും ഫുള്ളി അവർ നിങ്ങളെ അത്രയും ആ സ്നേഹമുണ്ട്. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. സ്റ്റാർട്ട്. ഓക്കെ, ഐ എം ഇൻ ലവ് വിത്ത് യു, വിൽ യു ബി മൈ ബേബ്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഫ്യൂച്ചർ കൂടെ ഒന്നിച്ച് വേണം തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് വീണ്ടും നമുക്ക് ശരിയാക്കാം എന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ആഘോഷങ്ങളുടെ ഇടയിൽ അവരും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കുറച്ച് പേർക്ക് മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്, കുറച്ച് പേർക്ക് മേ ബി അവർ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, പക്ഷേ മനസ്സിലെവിടെയോ നിങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അതിൽ ഡൗട്ട് ചെയ്യണ്ട. പക്ഷേ മെസ്സേജ് വന്നില്ല എന്ന് വെച്ച് ആഗ്രഹമില്ല, സംസാരിക്കാൻ അവർക്ക് തീരെ ഇഷ്ടമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് നന്ദി, നമസ്കാരം.